ഏത് പാട്ട പാടണ്ടേ? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്? ഓ അതിനെന്താ, എടുത്തോളൂ. അപ്പോൾ ഒരു കമ്പനി തരാണെങ്കിൽ ഒരു പാട്ടൊക്കെ പാടാം. എൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഹനാൻഷാടെ കൂടെ ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഹനാൻഷാനെ അറിയില്ലേ? എന്നിട്ട് അങ്ങനെ പോയിട്ട് ഏതെങ്കിലും സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ ജസ്റ്റ് കമ്പനി അടിച്ചിരുന്ന് പാട്ടൊക്കെ പാടും. പാട്ടുകളൊക്കെ ഇഷ്ടമാണോ? റൊമാൻറ്റിക് ഇഷ്ടം? സുഗമോ ദേവി അനന പാച്ചയെ അപ്പാത്തി തേത്ത വെള്ളരി പിഞ്ച് പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി പപ്പ. ആക്ച്വലി പാട്ട് ഹനാൻഷ പാടാറ്, ഞാനിങ്ങനെ ബാംഗ്ലൂരിലുള്ളൂ. നിങ്ങൾ ആദ്യം പാട്ട് പാടാണെങ്കിൽ ഞാൻ നൈസായിട്ട് വായിച്ചു. മലയാളമല്ലേ പാടേണ്ടത്? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയണത് ഇങ്ങനെ മറന്നു പോകുന്നൊരു മറവി രോഗമുണ്ട്, അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചോ. അകലയൊരു താരകമായ താമ്പാടോ, തനിക്കറിയാണീ താമ്പാട്. അതിന്റെ സാധനം നാശാക്കല്ലോ കേട്ടോ. എന്നാ താമ്പാടോ. എനിക്കറിയെങ്കിൽ താൻ പാടോ. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ സുഭാഷ് പാർക്കിലാണ് ഉള്ളത്. നമ്മൾ സുഭാഷ് പാർക്കിൽ എപ്പോഴും വരുമ്പോൾ നമ്മുടെ ഷെക്കി ബ്രോനെ കാണാറുണ്ട്. ഞങ്ങൾ 4 വർഷം മുതൽ പരിചയമുണ്ട് അല്ലേ? ഇപ്പോഴാണ് നമുക്ക് ഒരുമിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് ഇത്തിരി വെറൈറ്റി ആണ്, ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് ഇരുന്ന് കാണണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് കൂടി അമർത്തി വെക്കുക. നമുക്ക് അടിപൊളിയാക്കിയാലോ? അടിപൊളിയാക്കാം. സെറ്റ് അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനേ ഒരു സിംഗറാണ്. ഞാൻ സ്ട്രീറ്റിലൊക്കെ പോയിട്ട് പാട്ട് പാടും. ഏത് പാട്ട പാടണ്ടേ? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്? ഓ അതിനെന്താ, എടുത്തോളൂ. പഴയ പാട്ടുകളാണോ ഇഷ്ടം? എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യണം, തക്കുടു ഗിത്താർ തക്കുടു. ഓക്കെ, അപ്പോൾ ഏതാ പാട്ട് വേണ്ടത്? അത് ഇത് കഴിഞ്ഞതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ, ഏത് പാട്ട് വേണ്ട? മലയാളം, ഹിന്ദി? ഓൾഡ് പിടിക്കണോ ന്യൂ പിടിക്കണോ? ഓൾഡ്. ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാട്ട് പാടാം. ഓക്കെ, വേറെ ഏതാ വേണ്ട? സുഗമോ ദേവി അല്ലേ? സുഗമോ ദേവി സുഗമോ ദേവി സുഗമോ. ആ പാട്ടല്ലേ? ആൽബം അല്ലേ? നിങ്ങൾ ഫ്രീ ആണോ? അല്ല, ഞാൻ ഒറ്റയ്ക്കാണ് വന്നതേ. അപ്പോൾ ഒരു കമ്പനി തരാണെങ്കിൽ ഒരു പാട്ടൊക്കെ പാടാം. നിങ്ങൾക്ക് മലയാളമാണോ ഹിന്ദിയാണോ ഏതാ ഇഷ്ടം? തിരക്കില്ലല്ലോ, ഫ്രീ അല്ലേ? ഏത് പാട്ടാണ് ഇഷ്ടം? മലയാളമാണോ ഹിന്ദി? മലയാളം. ഓക്കെ, ഓൾഡ് വേണോ ന്യൂ വേണോ? ഓൾഡാ ന്യൂ ഇഷ്ടം? പേരെന്തായിരുന്നു? വെനീസ വെച്ചിട്ട് പാട്ടുണ്ടാന്ന് ആലോചിക്കാം. പേരെന്തായിരുന്നു? ഗോപിക. നിങ്ങളൊരു പാട്ട് പറഞ്ഞാൽ അത് പാടായിരുന്നു, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളൊരു പാട്ട് ഞാൻ പാടാം. ഓക്കെ, അനന പാച്ചയെ അപ്പാത്തി തേത്ത അപ്പാത്തിയ അപ്പാത്തി കോ അപ്പാച്ചയെ അപ്പാത്തി അപ്പാത്തയെ
സ്ഥലം? ഞാനിങ്ങനെ ഞാൻ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് പാട്ട് പാടും. പാട്ട് പാടും. എനിക്ക് ഏതാ, മലയാളമാണോ ഇഷ്ടം, ഏതാ ഇഷ്ടം? എൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഹനാൻഷാടെ കൂടെ ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഹനാൻഷാനെ അറിയില്ലേ? ഹനാൻഷാനെ സംസാരിക്കണോ? ഇവിടെ ഇല്ല, ഞാൻ പാട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ചുതരാം. ഏത്, മലയാളം വേണോ, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക്? മലയാളം. ആദ്യം നിങ്ങളെ പരിചയപ്പെടാം. എന്തായാലും പേര്? പച്ചക്കറിക്കായ ഇല്ല, ഞാൻ ജസ്റ്റ് ഇറങ്ങിയതാ. എൻ്റെ ഫ്രണ്ട്സ് വരാൻ ലേറ്റ് ആവും. അപ്പം അങ്ങനെ. നിങ്ങൾ മലപ്പുറം ഏരിയ അങ്ങനെ കൊച്ചി തന്നെയല്ലേ? പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടൊറ്റ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാഴി മാമുണ്ട് ചാഞ്ചാട്, വെള്ളരി പിഞ്ച് പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി ആക്ച്വലി പാട്ട് ഹനാൻഷ പാടാറ്. ഞാനിങ്ങനെ ബാംഗ്ലൂരിലുള്ളൂ. നിങ്ങൾ ആദ്യം പാട്ട് പാടാണെങ്കിൽ ഞാൻ നൈസായിട്ട് വായിച്ചു. എന്നിട്ട് അങ്ങനെ പോയിട്ട് ഏതെങ്കിലും സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ ജസ്റ്റ് കമ്പനി അടിച്ചിരുന്ന് പാട്ടൊക്കെ പാടും. പാട്ടുകളൊക്കെ ഇഷ്ടമാണോ? പാട്ട് പാടുമോ ഇതിലാരെങ്കിലും? ഇല്ല, പാട്ട് പാടില്ല. പാട്ടുകളൊക്കെ ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, ഞാനൊരു പാട്ട് പ്ലേ ചെയ്യട്ടെ, പാടട്ടെ? എനിക്ക് ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല. മലയാളം വേണോ, ഹിന്ദി, തമിഴ്? മലയാളം. എന്തൊരു സൗണ്ട് കേട്ട്, എന്തൊരു അപശകുനല്ലേ കേട്ട്. മലയാളമല്ലേ പാടേണ്ടത്? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയണത് ഇങ്ങനെ മറന്നു പോകുന്നൊരു മറവി രോഗം ഉണ്ട്. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചോ. അകലയൊരു താരകമായ നിലവേ വരുമോ നീ, അഴലിലൊരു സുന്ദരിയേകി നീതമായി കാത്തിരുന്നു ഞാൻ, നിന്റെ പാതയിൽ വന്നതാണു ഞാൻ, ദീപതാളമായി മാഞ്ഞുവെങ്കിലോ ഓർത്തു നിന്നതു ഒരു നാളിൽ. മലയാളമാണോ, ഹിന്ദിയാണോ, തമിഴാണോ? റൊമാൻറ്റിക് ഇഷ്ടമാണോ? എവിടെ സ്ഥലം? കുമ്പളം. ഓക്കെ, സോങ്ങൊക്കെ പാട്ടുകാരനൊക്കെ ഇഷ്ടമാണ്? നോളജ് ഇല്ല. ഞാൻ വെസ്റ്റേണാണ് പിടിക്കാറ്. ഒരു പാട്ട് പ്ലേ ചെയ്താലോ? ഓക്കെ. മലയാളം വേണോ, ഹിന്ദി വേണോ, തമിഴ്, അങ്ങനെ ഏതാ വേണ്ടി? കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഏത്? ഇല്ല, അതെല്ലേ. അപ്പം ഞാൻ ഒരു പാട്ട് പ്ലേ ചെയ്യാം. ഓ, എടുത്തോളൂ. അനന പാച്ചയെ അപ്പാത്തി തേത്താ, അപ്പാത്തിയ അപ്പാത്തി കേക്കൂ, അപ്പാത്തിക്കോ അപ്പാത്തി കോത്ത് അപ്പാച്ചയെ, അനന പാച്ചയെ അപ്പാത്തി തേത്താ, അപ്പാത്തി. അല്ല, ഞാന് 3 വർഷമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാളാണ്, സിംഗറാണ്. എന്നാ താമ്പാടോ, തനിക്കറിയാണീ താമ്പാട്. എന്റെ സാധനം നാശാക്കില്ല കേട്ടോ. എന്റെ സാധനം നാശാക്കില്ല കേട്ടോ. வாழ்வை வாழவே தாழாமல் மேலே போகிறேன், தீராவுள்ள
വേണ്ടേ പാടിക്കൊടുക്കാൻ? ഇങ്ങനെ വേണ്ട, കുറച്ചൊന്ന് ഇതായിട്ട് പാടിക്കൊടുക്കണ്ടേ? നമ്മള് പ്രേക്ഷകരല്ലേ കേൾക്കാൻ. ഇത് മതിയാ? എന്റെ ഗിറ്റാറിതാ, ഞാൻ പോട്ടെ. പോകട്ടെ. എന്താ പേര്? പേരെന്താ? എവിടെ സ്ഥലം? ലക്ഷദ്വീപിലാ. അടിപൊളിയായി വായിക്കണ്ടല്ലോ. ഞാൻ 3 വർഷമായിട്ട് പഠിച്ചിട്ട് എനിക്ക് ഇത് നല്ല രീതിയിൽ പാടാൻ. ഞാൻ പഠിച്ചിട്ടൊന്ന് ശരിക്കും ഞാൻ ഷോക്കായി പോയി അല്ലേ? പാടിയ ഞാൻ അലമ്പായിരുന്നു. കളിയാക്കല്ലേ? അല്ല ഇതാണ് അടിപൊളി. ഞാൻ ഇന്റെ അലമ്പായില്ലേ? നല്ലതായിരുന്നു പാട്ട്. ഞാൻ ഈ പരിസരത്തേക്ക് ഇനി വരില്ല. അതാണല്ലേ, ഞാൻ പുതിയ ഒരു ആൽബം ഇറങ്ങിണ്ട്, അതാ വിചാരിച്ചു. അതേ എന്താ ഉദ്ദേശം? ഗിറ്റാർ നാശാക്കരുതിട്ടാ. ഓക്കെ, പാട്ട് പാടാം. പുതിയ പാട്ട് കുഴപ്പമില്ലല്ലോ. എന്തിനെ വേഗം ഇത്തിരി നേരം പറ്റിപ്പിടിച്ചു ഞാൻ നിന്നോട്ട് മധുരമതി മനോഹരം മാനത്തെ അമ്പിളിച്ചെളുത്ത കുമ്പിളിൽ കൊണ്ടുവരാനായി സാധിച്ചില്ലെങ്കിലും പൊള്ളിലും പൊട്ടി വരുവോളം ചെയ്യാതെ ഞാൻ തമ്പിളി പോലെ നിന്നെ പുണരാം. ഞാൻ നിന്നുടെ മരത്തമിൽ പേരുകളായിട്ടിടം ഹരിത പരവതാനിയാവാം. ഇങ്ങനെ വേണ്ട പാടിക്കൊടുക്കേ? പ്രേക്ഷകരല്ലേ? എനിക്കറിയില്ല. അവിടെ ഇരിക്കുമ്പോ ജസ്റ്റ് ഇങ്ങനെ പാടുന്നതല്ലേ. ഞാന് പായസ് പക്ഷെ പാടി നല്ലൊരു പാട്ടാ, പഴയ പാട്ട്. ഓക്കെ ബൈ. ഇങ്ങോട്ടാ പോകുന്ന പാച്ചയെ എന്നതാ മാടോ. ബ്രോ അടിപൊളിയായി പാടുണ്ടല്ലോ. പാട്ട് പഠിച്ചിട്ടുണ്ടാ? കുറച്ച് നല്ല രസത്തിലൊക്കെ വേണ്ട പാടിക്കൊടുക്കാൻ. എന്ത് വായിക്കലാണ് വായിച്ചത്? എനിക്ക് ഗിറ്റാറൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് പാടിക്കൊടുക്കണം. എന്ത് വായിക്കലാണ്? ഇങ്ങനെയാണ് പാടിക്കൊടുക്കണേ. എന്നാ താൻ പാടോ? എന്റെ പാട്ടാണോ ഇവന്റെ പാട്ടാണോ നല്ലതെന്ന് നിങ്ങള് ഇതാവണം കേട്ടോ. അതിന്റെ ഗിറ്റാർ നാശാക്കല്ലേട്ടാ. ഗിറ്റാറൊന്നും നാശാക്കൂല. ബ്രോ
പാടി കൊടുക്കണ്ടേ? ഞാൻ പോട്ടെ. ഇതാണ് ഉച്ചാനെ. ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെ ശരിയാവും? എന്ത് പറ്റി? വിഷമായ? ഞാൻ വെച്ചോളാം. ഞാൻ വെച്ചോണ്ട് മതി കൂട്ടിയാ മതി. എടാ പോവല്ലേ? ഇങ്ങനെയാണ് പാടി കൊടുക്കണേ. എന്ത് പാട്ടാണ് ഇങ്ങനെയാ വായിക്കുന്ന? എനിക്കറിയണ പോലെ ബ്രോ പാടാൻ പറ്റുള്ളൂ. ആണല്ലേ? എനിക്കറിയെങ്കിൽ താൻ പാടറോ? ഞാൻ പാടാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ ഗിറ്റാർ ആശങ്കത്താ. എനിക്കൊരു കുഴപ്പമില്ല. എനിക്കെന്താ കുഴപ്പം? പ്രേക്ഷകർ കുറച്ച് ഭംഗിയായിട്ട് പാടിയൊക്കെ കൊടുക്കണ്ടേ? തനിക്ക് പാടാൻ അറിയെങ്കിൽ താൻ പാടറോ? എന്നിട്ട് ഡയലോഗ് അടിക്ക്. കഷ്ടപ്പെട്ട് ഒരു പുതിയ സിനിമത്തെ ഒരു പാട്ടില്ലേ, തട്ടത്തില് എന്ന് പറഞ്ഞിട്ട്, കേട്ടിട്ടുണ്ടാ? എങ്ങോട്ടാ പോണേ? ഗിറ്റാറാടോ. എന്ത് പറ്റി? ഞാൻ പാടുന്നതിന്റെ ഇടയ്ക്ക് ഇതിന്റെ താവന്ന് പാടും. ഞാൻ വെറുതെ ഒന്ന് പ്രേക്ഷകർക്ക് നന്നായിട്ട് പാടി കൊടുക്കണ്ടേ? നല്ല ഗിറ്റാറിസ്റ്റല്ലേ താൻ, അതുകൊണ്ട് വന്നേ. വേറെ കുഴപ്പമൊന്നുമില്ല. താൻ പാടി എന്താ കുഴപ്പം? നല്ല പാട്ടായിരുന്നല്ലേ? എങ്ങോട്ട് പോണം? ഇങ്ങോട്ട് ഇവിടെ ഇരിക്കുക. പാട്ട് പാടിയിട്ട് പോവാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഹിന്ദി പാട്ട് അറിയാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദി പാട്ട് പാട്. ഞാൻ ഹിന്ദി മാത്രമേ പാടാറുള്ളൂ, മലയാളിക്ക് അങ്ങനെ അറിയാത്തോണ്ടാ. फिर मोहब्बत करने चला तू। പോരെ, ഇത് ട്യൂൺ ഔട്ടാണല്ലോ. ഇങ്ങനെയൊക്കെ വായിച്ചു കൊടുക്കണം അല്ലേ? ഇതേ നോക്കുക, ഇവിടെയൊക്കെ ട്യൂൺ ഔട്ടാണ്. ഇതൊക്കെ നോക്കണ്ടേ? പാടിക്കൊടുക്കുമ്പോ പ്രേക്ഷകർ പാടിക്കൊടുക്കുമ്പോ ഇതൊക്കെ നോക്കണ്ടേ? വെച്ചോ. പോണം. ഞാൻ ഈ പരിപാടിക്കില്ല. ഞാൻ പ്രാക്ടീസ് ഡെയിലി അരക്കത്ത വെള്ളത്തിൽ കിടന്നിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ പാടുന്നത്. എൻ്റെ പാട്ട് രസമില്ല? കൊള്ളായിരുന്നു അല്ലേ? കുഴപ്പമില്ലായിരുന്നു. ആവറേജാ? സത്യം പറഞ്ഞ നന്നായിട്ടില്ലേ? എന്റെ പാട്ടാണോ ഈ ചേട്ടന്റെ പാട്ടാണോ? എന്ത് സത്യം? എൻ്റെ പാട്ട് നന്നായി. എൻ്റെ പാട്ട് നന്നായി, ആളുടെ അല്ല. അതെ അതെ. ആക്ച്വലി ഞങ്ങള് ചെറിയൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരികയാണ്. ചെറിയൊരു പ്രാങ്ക് ആയിരുന്നു ആക്ച്വലി. ഇത് നമ്മളുടെ ഇദ്ദേഹമായിട്ട് ഒരു കൊളാബായിരുന്നു ഇന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു ആളുടെ പാട്ട്? അല്ലേ, ഞാൻ പാട്ടുകാരനൊന്നല്ല, ഞാൻ പ്രാങ്ക് വീഡിയോസ് ഒക്കെ ചെയ്യണേ. അപ്പൊ ഇഷ്ടപ്പെട്ട? പേരെന്തായിരുന്നു? ഒരു ഹായ് അവിടെ. ഓക്കെ.
താങ്ക് യു താങ്ക് യു താങ്ക് യു. ഫൈസ് ഇബ്രാഹിം. ഞാനിപ്പോ 1 വർഷമായിട്ടുള്ള പഠിക്കാൻ തുടങ്ങിയിട്ട്. സാറ് എവിടെ പഠിപ്പിക്കുകയാണോ, അധ്യാപകനാണോ? ഞാൻ പഠിപ്പിക്കുന്നൊന്നുമില്ല. ഞാനിങ്ങനെ വെറുതെ ഞാൻ ഇവിടെ പഠിച്ചതാണ് മഹാരാജസിൽ. വെറുതെ ഇങ്ങനെ ഇരുന്ന് കൂട്ടുകാരായിട്ട് പാടും ഇങ്ങനെയൊക്കെ. ആക്ച്വലി ഇതൊരു യൂട്യൂബ് ചാനലിലെ ചെറിയൊരു ഞങ്ങള് നൈസായിട്ടൊരു കൊളാബ് ചെയ്താണ്. അദ്ദേഹം നല്ലൊരു ഗായകനാണ്, സിംഗറാണ്, ഗിറ്റാറിസ്റ്റ് ആണ്. ഞാൻ ചെറിയ രീതിയിൽ പ്രാങ്ക് വീഡിയോസ് ഒക്കെ ചെറിയ പ്രാങ്ക് വീഡിയോസ് ഒക്കെ ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ടൊരു നൈസായിട്ടൊരു കണ്ടന്റ് ചെയ്താ. ഇഷ്ടപ്പെട്ടാ? എന്തായാലും പേരെന്തായിരുന്നു? പേര്? ഞാൻ നന്നായി പാടുന്നു എക്സ്പെക്ട് ചെയ്തോ? പാട്ടുകാരനായിരിക്കും. ഇപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കാണുമല്ലോ നമ്മള്. ശരിക്കും അവിടെ ഒരു ബന്ധമില്ലാത്ത ഒരാളെ പോലെ എനിക്ക് തോന്നി. കാറ്റുകൊള്ളാൻ വന്നതെന്ന് വിചാരിച്ചു. ആള് അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന ആളാണ്. അത് മനസ്സിലായി. ഓക്കെ, ഒരു ഹായ് കൊടുത്തു പാടുന്നു. ആദ്യം ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ? ഓക്കെ. സിംഗർ ബിസിയാ. സിംഗർ വേറെ കോളിലാ. നാളെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട് ആൾക്ക്. ആക്ച്വലി യൂട്യൂബ് ചാനലിൽ നിന്ന് വരണേ. ഞാൻ ചെറിയ പ്രാങ്ക് വീഡിയോസ് ഒക്കെ ചെയ്യണം. ഇദ്ദേഹം നല്ല ഗായകനാണ്. അപ്പൊ അദ്ദേഹമായിട്ടൊരു കൊളാബ് ചെയ്തതാ. എവിടെ സ്ഥലം? ഓക്കെ. പാട്ട് ഇഷ്ടപ്പെട്ടാ? ഓക്കെ, ഒരു ഹായ് പറഞ്ഞു. ഹായ്. എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടില്ലല്ലോ. എന്റെ ഏത് വീഡിയോ കണ്ടെന്ന് പറഞ്ഞു? കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അടുത്താ തുടങ്ങിയിട്ടുള്ള പാട്ട്. എന്റെ പാട്ട് അലമ്പായില്ലേ? വെറുതെ പറയല്ലേ? എനിക്ക് പഠിപ്പിച്ചു തരുമോ? ആക്ച്വലി ഞാൻ പാട്ടുകാരനൊന്നുമല്ല. ഞാൻ ചെറിയ പ്രാങ്ക് വീഡിയോസ് ഒക്കെ ചെയ്യണേ കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ. ഇദ്ദേഹം നല്ലൊരു ഗായകനാണ്. ഇദ്ദേഹത്തിൻ്റെ ആണ്. ഞാൻ ഇദ്ദേഹമായിട്ടൊരു കൊളാബ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് ഇഷ്ടമായില്ലേ? ഓക്കെ. വീഡിയോ നൈസായിട്ട് കണ്ടായിരുന്ന ഒരു ഹായോട്. ഓക്കെ, താങ്ക് യു. ആക്ച്വലി ഞാൻ സിംഗറല്ല. ഞാൻ ചെറിയ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്നതാണ്. ചെറിയ പബ്ലിക് റിയാക്ഷൻ വീഡിയോസൊക്കെ ഞാൻ ചെയ്യണേ. ഇദ്ദേഹം നല്ലൊരു ഗായകനാണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കൊളാബ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് വന്നതാ. വേറെ അല്ല കേട്ടോ. ഓക്കെ. പേരെന്തായിരുന്നു? സ്ഥലം? നെട്ടൂര്. ഓക്കെ. ഇതേ അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ഒരു ഹായ് കൊടുത്തേ. അവിടെ ഹായ്. ഫൈസ് ഇബ്രാഹിം എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഷക്കീബ് ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യൂട്യൂബ് ഉണ്ടോ? യൂട്യൂബ് ഉണ്ട്, പക്ഷേ അങ്ങനെ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. അടിപൊളി വീഡിയോസും അപ്ലോഡ് ചെയ്യൂലേ? പിന്നെ ഈ ഒരു വീഡിയോന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം. എന്തെങ്കിലും പറയേ? അടിപൊളിയായി. എന്തായാലും താങ്ക് യു. നമ്മുടെ വീഡിയോയിൽ ഒരു ഭാഗമായി. താങ്ക് യു. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കണ്ടതും ഒരുപാട് സന്തോഷമുണ്ട്. നല്ല കൂട്ടാണ്. നമ്മൾ പിന്നെ അല്ലാതെ മഹാരാജസ് എന്നാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം അടിപൊളി ആയിട്ട് മുമ്പോട്ട് പോയി. പിന്നെ ഈ അടുത്താണ് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടുന്ന് കണ്ടത്. എന്തായാലും പെട്ടെന്നായിരുന്നു എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു പ്ലാനിങ്ങും ഇല്ല. ഇങ്ങനെ പോകുന്നു. അതെയല്ലോ, നമ്മളെ വീഡിയോസ് ഒന്നും പ്ലാനിങ്ങിൽ ചെയ്യണതല്ല. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം. അതുവരെ പീസ്, ബൈ.